നമുക്കിന്നൊരു ആർട്ട് ജേർണലിങ് ചെയ്താലോ? നോർമൽ ജേർണലിനേക്കാളും കുറച്ച് ഡിഫറെൻ്റാണ് ആർട്ട് ജേർണലിങ്. നമ്മൾ തോട്ട്സ്, ഫീലിങ്സും മൂഡ്സൊക്കെ വേർഡ്സിൽ മാത്രമല്ലാതെ കുറച്ച് ഡിഫറെൻ്റായിട്ട് സ്റ്റിക്കേഴ്സിലൂടെയൊക്കെ എക്സ്പ്രസ് ചെയ്യണ ഒരു രീതിയാണിത്. സ്ട്രെസ്സ് ഓർക്കാനും മൈൻഡ് റിഫ്രഷ് ചെയ്യാനൊക്കെ ഇതൊരു പെർഫെക്റ്റ് ഹോബിയാണ്. ഇതിൽ യൂസ് ചെയ്യുന്ന സപ്ലൈസസ് ആണ് ഇതിൻ്റെ ഹോൾ വൈബ് ക്രിയേറ്റ് ചെയ്യണത്. ഞാൻ യൂസ് ചെയ്യണത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബ്രാൻഡഡ് ക്യാരക്ടർ ടൈപ്സും ഡൈ കട്ട്സും ഫ്ലോറൽ ടൈപ്സും ഒക്കെ യൂസ് ചെയ്തിട്ടാണ്. നമുക്കിങ്ങനെ പല തീംസിലും ചെയ്യാം. ഞാൻ ഈ ആർട്ട് ജേർണലിങ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം 2 വർഷത്തിൻ്റെ അടുത്തായി. ഈ ഒരു ടൈമിൽ ഞാൻ അത്യാവശ്യം ക്യാരക്ടർ ടൈപ്സും ഫ്ലോറൽ ടൈപ്സും ഒക്കെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കേരളത്തിൽ അങ്ങനെ ഈ ടൈപ്സും കാര്യങ്ങളൊന്നും വല്ലാണ്ട് സെല്ല് ചെയ്യണ ഷോപ്സ് ഇല്ല. എന്നാലും എനിക്കറിയണ കുറച്ച് ഷോപ്സ് ഉണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞു തരാം. സംഭവം ഇതിൻ്റെ സപ്ലൈസസ് ഒക്കെ കുറച്ച് എക്സ്പെൻസീവാണ്. മെയിൻലി നോക്കുകയാണെങ്കിൽ ബ്രാൻഡഡ് ടൈപ്സ് അത്യാവശ്യം എക്സ്പെൻസീവാണ്. പക്ഷെ നമുക്ക് ഭയങ്കര ചീപ്പ് റേറ്റിന് ജേർണൽസ് പോലെയുള്ള വെബ്സൈറ്റ്സിനൊക്കെ നല്ല ചീപ്പ് റേറ്റിന് അത്യാവശ്യം നല്ല ഭംഗിയുള്ള കളക്ഷൻസൊക്കെ കിട്ടും. ജേർണലിങ് തുടങ്ങിയിട്ട് കിട്ടിയ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഒരുപാട് നല്ല നല്ല ഫ്രണ്ട്സിനെ പരിചയപ്പെടാൻ പറ്റിയിട്ടുണ്ട്. ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കിട്ടുന്ന ഹാപ്പിനെസ്സും സ്ട്രെസ് റിലീഫൊക്കെ കൊണ്ടാണ് ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് മെയിൻലി വേണ്ടത് ഹാപ്പിനെസ് അല്ലേ? അപ്പോൾ നമ്മളിത് ചെയ്യുമ്പോൾ ഒരുപാട് ഹാപ്പി ആവുന്നുണ്ടെങ്കിൽ അതത്രയും നല്ലതല്ലേ? ഞാൻ എന്തായാലും ഇത് ചെയ്യുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ ലൈഫിലെ വലിയൊരു പാർട്ട് തന്നെയാണ് ഈ ആർട്ട് ജേർണലിങ്. ഇതിന് ഇവിടെ അത്ര പോപ്പുലാരിറ്റി ഇല്ലെങ്കിലും മറ്റുള്ള രാജ്യങ്ങളിൽ പ്രായപരിധിയൊന്നുമില്ലാതെ എല്ലാവരും ചെയ്യുന്ന ഒരു ആർട്ടാണ് ഈ ആർട്ട് ജേർണലിങ്. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനും സപ്ലൈസ് എവിടെ നിന്ന് കിട്ടുമെന്നൊക്കെ അറിയാനൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ജോയിൻ ചെയ്യൂ. എന്തെങ്കിലും ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയാൻ മറക്കരുത്.